നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 3A ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 8 ആണ്. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 8 നോക്കാം. From the following balance sheet of Gangotri Limited, make out the statement of sources and uses of fund. അല്ലെ, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് സ്റ്റോക്ക് അക്കൗണ്ട് നോക്കാം. അവിടെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2015 1,50,000, 2016 1 ലക്ഷം. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2015 3 ലക്ഷം, 2016 4 ലക്ഷം. ദെൻ അടുത്ത റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് അതും നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. റിസർവ് ജനറൽ റിസർവ് 40,000, 2016 70,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2015 30,000, 2016 48,000. ദെൻ ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് ഒന്നും തന്നെ ഇല്ല. നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഇല്ല. ദെൻ കറണ്ട് ലൈബിലിറ്റീസ് അതും ട്രേഡ് പേയബിൾസ് നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. 2 ഐറ്റം ആണ്, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സും ഉണ്ട്. പിന്നെ ഉള്ളത് അസറ്റ് ആണ്. നോൺ കറണ്ട് അസറ്റിൽ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞിട്ട് ടാഞ്ചിബിൾ അസറ്റ്സും നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ 2 ഐറ്റംസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് തന്നിട്ടുണ്ട്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നിട്ട് ഗുഡ് വില്ല് തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് അസറ്റ്സിനകത്ത് സ്റ്റോക്ക്, പിന്നെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. 2 ഐറ്റം ആണ്, ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ടും നോട്ട് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. അതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആണ് ഉള്ളത്. നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. ഡിപ്രീസിയേഷൻ ഓഫ് ₹10,000 and 20,000 ഹാസ് ബീൻ ചാർജ്ഡ് ഓൺ പ്ലാന്റ് ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് റെസ്പെക്റ്റീവ്ലി ഇൻ 2016. ഇവിടെ പ്ലാന്റിനും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ഡിപ്രീസിയേഷൻ സംഭവിച്ച കാര്യം പറയുന്നുണ്ട്. ഒരെണ്ണത്തിന് 1 ലക്ഷവും മറ്റേതിന് 20,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ററിം ഡിവിഡൻഡ് 2,000 രൂപ കൊടുത്തു എന്ന് പറയുന്നു. ടാക്സ്, ഇൻകം ടാക്സ് 35,000 വാസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇൻകം ടാക്സ് കൊടുത്ത കാര്യവും പറയുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബാലൻസ് ഷീറ്റുള്ള കറണ്ട് അസറ്റ്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എഴുതുക കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിനകത്ത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്ററീസ് ആണ്, അതായത് സ്റ്റോക്ക് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സ്റ്റോക്ക്. 2015 77,000 ആയിരുന്നു. 2016 1,09,000. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? സ്റ്റോക്ക് കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പം ഇൻക്രീസിന്റെ കോളത്തിൽ 32,000 എന്ന് എഴുതുക. അപ്പോൾ ഇൻക്രീസ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നുള്ളതാണ് ആ ഇൻക്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമതായിട്ട് എന്താണ്? ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസിൽ ഡെപ്റ്റേഴ്സും ഉണ്ട്, ബിൽസ് റിസീവബിൾസും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഡെപ്റ്റേഴ്സ് എഴുതാം. ഡെപ്റ്റേഴ്സ് 2015 1,60,000 രൂപയും 2016 2 ലക്ഷം രൂപയാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻക്രീസ് ആണ്. ഇവിടെ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയെന്നാണ്. അപ്പോൾ ഇൻക്രീസ്ഡ് കോളത്തിൽ 40,000 എന്ന് എഴുതുക. ഇനി അടുത്ത എന്താണ്? ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിളും എത്രയാണ്? 2015 20,000, 2016 30,000. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? ഇൻക്രീസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ എന്തെഴുതുക? 10,000 എന്ന് എഴുതുക. ഇനി അടുത്ത ഉള്ളത് എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അവിടെ ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് എത്രയായിരുന്നു? 15,000, 2016 10,000. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? ഡിക്രീസ് ചെയ്തേക്കാണ് അല്ലേ? ഒരു കറണ്ട് അസറ്റ് കുറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഡിക്രീസ്ഡ് കോളത്തിൽ 5,000 രൂപ കാണിക്കാം. ഇനി ലാസ്റ്റ് ഉള്ളത് എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയായിരുന്നു? 2015 10,000, 2016 8,000. ഇവിടെയും എന്താണ്? ഡിക്രീസ് ചെയ്തേക്കാണ്. എത്രയാണ്? 2,000 രൂപയുടെ കുറവ് വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നു. ഇനി എന്ത് ചെയ്യാം? കറണ്ട് അസറ്റ് എല്ലാം കൂടെ നമുക്ക് ടോട്ടൽ ചെയ്യാം. 2015 എല്ലാവരുടെ ടോട്ടൽ ചെയ്യുമ്പം 2,60,000
3,82,000 2016 ടോട്ടൽ ചെയ്യുമ്പം 3,57,000 കിട്ടി. ഇനി അടുത്ത എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പം നമുക്ക് ബി എന്ന് കൊടുത്തിട്ട് എഴുതാം, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിനകത്ത് ആകെ 2 ഐറ്റം ആണുള്ളത്. അതായത് നമ്മുടെ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ്. അപ്പം നമുക്ക് ആദ്യം എഴുതാം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയൊക്കെയാണ്? 2015 55,000, 2016 83,000. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? കറണ്ട് ലയബിലിറ്റി കൂടി. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം ഡിക്രീസിന്റെ കോളത്തിൽ എത്ര കാണിക്കുക? 28,000. ഡിഫറൻസ് ആയിട്ടുള്ള 28,000 കാണിച്ചു. ഇനി ബാക്കി നമുക്ക് മേളിലോട്ട് എഴുതാം. അപ്പം നമ്മൾ ക്രെഡിറ്റേഴ്സ് ഇവിടെയാണ് എഴുതിയത്. ബാക്കി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മേളിലോട്ട് എഴുതാം. ഇനി അടുത്ത് എന്താ ഉള്ളത്? ബിൽസ് പേയബിൾ ആണ്. അപ്പോൾ എഴുതാം ബിൽസ് പേയബിൾ. 2015 ബിൽസ് പേയബിൾ 20,000 ആയിരുന്നു. 2016 16,000 ആയി. ഇവിടെ എന്ത് ചെയ്തേക്കാണ്? ബിൽസ് പേയബിൾ കുറഞ്ഞു. ബിൽസ് പേയബിൾ കുറഞ്ഞാൽ ഒരു കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നാണ് അർത്ഥം. അപ്പൊ ഇൻക്രീസിന്റെ കോളത്തിൽ വേണം 4,000 കാണിക്കാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ചെയ്യാം. കറണ്ട് ലയബിലിറ്റി 2 ഐറ്റം ആണുള്ളത്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ അതായത് 55,000 20,000 ടോട്ടൽ ചെയ്യുമ്പം 75,000 എന്ന് 2015 കിട്ടും. 2016 83,000 16,000 കൂട്ടുമ്പം 99,000 രൂപയെന്നും കിട്ടും. ഇനി എന്താ വേണ്ടത്? നമ്മുടെ ഇൻക്രീസ് കോളവും ഡിക്രീസ് കോളവും കൂട്ടുക. ഇൻക്രീസ് കോളം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 86,000 എന്നും ഡിക്രീസ് കോളം എല്ലാം കൂടെ കൂട്ടുമ്പം 35,000 എന്നും കിട്ടും. ഇനി അടുത്ത എന്താണ്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഴുതാം വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിന്റെ ടോട്ടലിൽ നിന്നും കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ കുറയ്ക്കുന്നതാണ്. പേ മൈനസ് ബി എന്ന് കാണിക്കാം. എന്നിട്ട് കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എത്രയായിരുന്നു? 2,82,000 ആയിരുന്നു. അതിൽ നിന്നും 75,000 കുറയ്ക്കുമ്പം 2,07,000 എന്ന് കിട്ടും. ഇനി നോക്കിയേ, 2016 3,57,000 ആയിരുന്നു. അതിൽ നിന്നും 99,000 ആയ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ കുറയ്ക്കുമ്പം 2,58,000 എന്ന് കിട്ടും. അപ്പം നമുക്ക് 2 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 2 കോളം അല്ലെ, ഈ 2 കോളത്തിനകത്ത് വലുത് ഏതാണോ അത് ടോട്ടലായിട്ട് എഴുതുക. അപ്പോൾ ഈ 2 കോളത്തിൽ വലുത് ഏതാണ്? 2,58,000 ആണ്. അപ്പോൾ അതിവിടെ എഴുതുക 2,58,000. ഇനി എന്ത് ചെയ്യുക? ഈ 2,58,000 നിന്നും 2,07,000 കുറയ്ക്കുക. ഇവിടെ അല്ലേ ഡിഫറൻസ് വരുന്നത്. കുറയ്ക്കുമ്പം എത്ര കിട്ടും? 51,000 കിട്ടും. ഇനി അടുത്ത ഇൻക്രീസിന്റെയും ഡിക്രീസിന്റെ കോളവും ഇതുപോലെ തന്നെ. ഈ 2 എണ്ണത്തിൽ കൂടി നിൽക്കുന്ന എമൗണ്ട് ഏതാന്ന് വെച്ചാൽ അത് ടോട്ടൽ എഴുതുക. എത്രയാണ്? 86,000. ഇപ്പൊ 2 സൈഡും 86,000 എന്ന് എഴുതുക. ഇനി ഇവിടെ അല്ലേ ഡിഫറൻസ് വന്നേക്കുന്നത്? 86,000 നിന്നും എത്ര കുറയ്ക്കുക? 35,000 കുറയ്ക്കുമ്പോഴും അവിടെ എത്ര വരും? 51,000 ഡിഫറൻസ് വരും. അപ്പൊ ഈ 51,000 നേരെ നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം നമ്മൾ എന്ത് ചെയ്തേക്കാണ്? അധികമായിട്ട് 51,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അധികമായിട്ട് ഉപയോഗിച്ചെന്നാണ് അർത്ഥം. ഇവിടെ ഇൻക്രീസ് കോളം അല്ലേ കൂടി നിൽക്കുന്നത്. അപ്പൊ ഇൻക്രീസ് കോളം കൂടിയാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അതിന് നേരെ എന്തെഴുതണം? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്കിനി അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിയിട്ടാണ് ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം നോക്കേണ്ടത്. അപ്പൊ നോക്കി, ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആണ്. പ്ലാന്റിന്റെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്ലാന്റ് അക്കൗണ്ടും വരയ്ക്കണം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടും വരയ്ക്കണം. തൊട്ടടുത്തായിട്ട് ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ നോക്കേണ്ടത് നമുക്കിവിടെ എന്തുണ്ട്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. ഇപ്പോൾ ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, അത് ഇടക്കാല ഡിവിഡൻഡ് ആണ്.
അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് അല്ലത്, അത് ഇന്റരിം ഡിവിഡൻഡ് തന്നെയാണ്. പക്ഷേ എങ്കിലും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വരച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് പെയ്ഡും മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയറും കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞില്ലെങ്കിൽ പോലും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആയാലും ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ അതും വരയ്ക്കണം. ഇവിടെ പ്രൊപ്പോസ് ഡിവിഡൻഡ് ഉണ്ട്, അപ്പോൾ പ്രൊപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ഉള്ളത് ഇൻകം ടാക്സിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ കാര്യം പറയുന്നത് കൊണ്ടും വരയ്ക്കണം, ഇല്ലെങ്കിലും ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ അക്കൗണ്ട് വരയ്ക്കണം. അങ്ങനെ മൊത്തം നമുക്ക് 4 അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വരയ്ക്കാം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വരയ്ക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ എഴുതുക, ടു ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്? ഇവിടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് 2 ലക്ഷമാണ് 2015 ഉണ്ടായിരുന്നത്. ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ് 2016 ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡ് എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് എമൗണ്ട്? 1,70,000. ഇനി അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് എത്രയാണ്? 20,000 രൂപയുടെ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഡിപ്രീസിയേഷൻ എവിടെ വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ എഴുതാം, ബൈ ഡിപ്രീസിയേഷൻ എമൗണ്ട് 20,000. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. അതെല്ലാം എഴുതി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഇപ്പൊ 2 സൈഡ് നോക്കുമ്പോൾ ഇവിടെ 1,90,000, ഇവിടെ 2 ലക്ഷമാണ്. അപ്പൊ ഏതാണ് എഴുതേണ്ടത്? 2 ലക്ഷം വേണം നമ്മൾ ടോട്ടലില് കാണിക്കാൻ. അപ്പൊ നോക്കിയേ, ഇവിടെ 2 ലക്ഷമാണ് നമ്മൾ ടോട്ടൽ എഴുതുന്നത്. ക്രെഡിറ്റിൽ എത്ര രൂപയുടെ? ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പൊ നമുക്കത് എഴുതാം, 10,000. 10,000 എന്താ എഴുതേണ്ടത്? ക്യാഷ്. എൻ്റെ അർത്ഥം എന്താണ്? 10,000 രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അടുത്ത പിന്നെയും ഡിഫറൻസ് വന്നാൽ അത് സെയിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നേരെ നമ്മൾ ബാലൻസിങ് ഫിഗർ എന്ന് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് എഴുതി, ക്ലോസിംഗ് എഴുതി, ഡിപ്രീസിയേഷൻ തന്നിരുന്നു. ഇത്രയും ഐറ്റംസ് എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് 10,000 രൂപ ഡിഫറൻസ് വന്നു. ക്രെഡിറ്റിൽ ഡിഫറൻസ് വന്നാൽ ഒന്നിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽ ആയിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ബാലൻസ് ഫിഗറിനെ സെയിലായിട്ട് കാണിച്ചു. സെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാഷ് വന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്ത പ്ലാന്റ് അക്കൗണ്ട് നമ്മൾ വരച്ചു. പ്ലാന്റ് അക്കൗണ്ടിന്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതാം. അപ്പോൾ നോക്കിയേ, ഓപ്പണിംഗ് എത്രയാണ്? 80,000 ആണ്. ഓപ്പണിംഗ് എവിടെ വരേണ്ടത്? ഡെബിറ്റിൽ വരണം, ടു ബാലൻസ് ബ്രോ ഡൗൺ. എമൗണ്ട് 80,000 എന്ന് 2015 എമൗണ്ട് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് എവിടെയാണ്? ക്രെഡിറ്റിലാണ്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് എത്രയാണ്? 2 ലക്ഷം. ഇനി പ്ലാന്റുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എത്രയാണ്? 10,000 ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ എഴുതുക, ഡിപ്രീസിയേഷൻ എമൗണ്ട് 10,000. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് അല്ലേ? 2,10,000. ഇപ്പം 2 സൈഡ് എഴുതുക, 2,10,000. ഈ 2,10,000 നിന്നും 80,000 കുറയ്ക്കുമ്പം 1,30,000 രൂപയുടെ ഡിഫറൻസ് എവിടെ വന്നു? ഡെബിറ്റിൽ വന്നു. ഡെബിറ്റിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പർച്ചേസ് ചെയ്തു എന്നാണ്. അപ്പോൾ എങ്ങനെ വരും? ടു ക്യാഷ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും. അപ്പം ടു ക്യാഷ് എന്ന് എഴുതാം. അപ്പോൾ ഒരു അസറ്റ് ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ഒന്നിൽ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും? സെയിൽ ആയിരിക്കും. ഡെബിറ്റിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? പർച്ചേസ് ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ആണ്. കാരണം ഇവിടെ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോലും ബാലൻസ് ഷീറ്റിനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നോക്കിയാൽ പ്രൊവിഷൻ ഫോർ ടാക്സ് ലയബിലിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ നമുക്ക് എഴുതാം, ബൈ ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ്? പ്രൊവിഷൻ ഫോർ ടാക്സ് 40,000 രൂപയാണ് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ്? ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്ര വരും? 50,000 രൂപയാണ് വരേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ ടാക്സ് പെയ്ഡ് പറയുന്നുണ്ട്. ഈ വർഷം ടാക്സ് അടച്ചത്. ടാക്സ് അടയ്ക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോവാണ്. അപ്പോൾ എൻട്രി എന്തായിരിക്കും? ടാക്സ് അക്കൗണ്ട് ടു ക്യാഷ് എന്നല്ലേ. അപ്പം ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര ഇവിടെ അടച്ചിട്ടുള്ള എമൗണ്ട്? 35,000. അത് എഴുതുക. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം
ഡെബിറ്റ് ആണ് കൂടി നിൽക്കുന്നത് അല്ലേ, 85,000 വരും. അപ്പം രണ്ട് സൈഡും 85,000 എഴുതുക. 85,000 നിന്നും 40,000 പോകുമ്പോൾ ബാലൻസ് എത്ര വരും? 45,000 രൂപയുടെ ഡിഫറൻസ് വരും. അപ്പം നമുക്ക് എഴുതാം 45,000. ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വന്നെങ്കിൽ അതിന് നേരെ P&L അക്കൗണ്ട് എന്ന് എഴുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വർഷം നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചത്. ഇത് മാറ്റി വെക്കുന്നത് അടുത്ത വർഷമാണ് കൊടുക്കുന്നത്. അപ്പം ഈ വർഷം നമ്മൾ അടച്ചത് എത്രയാണ്? 35,000. അത് ക്വസ്റ്റ്യനിൽ തന്നു. ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്രെഡിറ്റിൽ വന്നാൽ അതെന്താണ്? മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇനി അടുത്തായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യം, നമുക്കിവിടെ ഡിവിഡൻഡ് പെയ്ഡ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഓപ്പണിംഗ് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ബാലൻസ് ബ്രോഡ് 42,000 ആണ്. ക്ലോസിംഗ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 50,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് ക്ലോസിംഗ്. ഇനി നമുക്കിവിടെ പെയ്ഡോ മെയ്ഡ് ഡ്യൂറിങ് ദി ഇയറോ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെച്ച തുക അല്ലേ. അപ്പം അത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. അത് ഈ വർഷം കൊടുത്തതായിട്ട് കാണിക്കുക. ഈ വർഷം കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 42,000 കാണിക്കുക. ഇനി ഈ വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള തുക നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചതായിട്ട് കാണിക്കുക. പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിൽ എങ്ങനെ വരും? P&L അക്കൗണ്ട് എന്ന് വരും. എമൗണ്ട് എത്രയാണ്? 50,000. ഇത്രയേ ഉള്ളൂ. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഐറ്റം തന്നെ. ഓപ്പണിംഗ് ആയിട്ടുള്ള ഡിവിഡൻഡ് നമ്മൾ കൊടുത്തതായിട്ട് കാണിക്കുക. ക്ലോസിങ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആയിട്ട് കാണിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ ടാലി ആവും അല്ലേ? കാരണം കൂട്ടും എത്ര വരും? 92,000. ഇവിടെ എത്ര തന്നെ വരും? 92,000. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ച് ആപ്ലിക്കേഷനകത്ത് കാണിക്കണം. ഈ P&L എന്ന് പറയുന്നത് ഇവിടെ കാണിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് കാണിക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് വരയ്ക്കേണ്ടുന്ന അക്കൗണ്ട്സ്. ഇനി നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരയ്ക്കണം. അതിനുശേഷം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും വരയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസ് എടുക്കുക. റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് ബാലൻസ്. 2016 എമൗണ്ട് എന്ന് പറയുന്നത് 48,000 ആണ്. അത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. അതിൽ നിന്നും ലെസ് പ്രോഫിറ്റ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 30,000. ഇപ്പം 48,000 നിന്നും 30,000 കുറയ്ക്കുമ്പോൾ 18,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നോൺ ക്യാഷ് ആയിട്ടുള്ളതും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം കൂട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. എഴുതുക ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇവിടെ എത്രയാണ്? ഇവിടെ ഡിപ്രീസിയേഷൻ ബിൽഡിങ്ങിനും ഉണ്ട് പ്ലാന്റിനും ഉണ്ട് അല്ലേ. അപ്പോൾ ബ്രാക്കറ്റ് വേണമെങ്കിൽ ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് എന്ന് കാണിക്കാം. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 30,000 രൂപയാണ്. അപ്പോൾ ഒന്നുകിൽ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് എന്ന് സെപ്പറേറ്റും ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് വേണേൽ കാണിക്കാം. രണ്ടും കൂടെ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് എന്ന് എഴുതിയിട്ട് 30,000 രൂപ കാണിച്ചാലും തെറ്റൊന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താണ്? നമ്മൾ വരച്ചിരിക്കുന്ന അക്കൗണ്ട്സ് നോക്കുക. അപ്പോൾ അക്കൗണ്ട്സ് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കൂടാതെ നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് വരച്ചു, അതുപോലെ തന്നെ പ്ലാന്റ് അക്കൗണ്ട് വരച്ചു, കൂടാതെ നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടും ഒക്കെ വരച്ചിരുന്നു. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ടിനകത്ത് ഡെബിറ്റിൽ ടു ക്യാഷ് എന്നും ക്രെഡിറ്റിൽ P&L അക്കൗണ്ട് എന്ന് വന്നു. അപ്പോൾ P&L അക്കൗണ്ട് എന്ന് വന്നാൽ അതിനർത്ഥം എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചു എന്നാണ്. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച തുക നമ്മൾ തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അത് പെയ്ഡ് അല്ല, ഈ വർഷത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അപ്പം എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചത്? ഇവിടെ 45,000 രൂപയാണ് നമ്മൾ മാറ്റി വെച്ചത്. അപ്പം അത് കൂട്ടുക. അതേപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും നമ്മുടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ അവിടെയും ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ അതെന്താണ്? ഡിവിഡൻറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ.
ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഇപ്പൊ ഡിവിഡൻഡ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000 ആണ്. നമുക്കതും എഴുതാം. ഇനി നോക്കിയേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗുഡ് വിൽ ഉണ്ട് അല്ലേ. അപ്പൊ ഗുഡ് വില്ലിന്റെ എമൗണ്ട് കുറയുവാണെങ്കിൽ, അല്ലെ ഏതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ അതിന്റെ എമൗണ്ട് കുറയുവാണെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റ് ചെയ്യുന്ന റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ അത് നമ്മൾ തിരിച്ച് കൂട്ടണം. ഇപ്പൊ ഇവിടെ ഗുഡ് വിൽ എന്ത് ചെയ്തേക്കാണ്? കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എന്താണ് ഈ ഒരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അത് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പൊ നമുക്ക് എഴുതാം ഗുഡ് വില്ല് റിട്ടേൺ ഓഫ് 25,000 രൂപയാണ് ഡിഫറൻസ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ റിസർവ് ആൻഡ് സർപ്ലസിൽ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കുക. ഇപ്പൊ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് എന്തുണ്ട്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടാതെ ഇവിടെ ഒരു ജനറൽ റിസർവ് പറയുന്നുണ്ട്. ഇപ്പൊ ജനറൽ റിസർവ് എന്ന് പറയുന്നതിലോട്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചതാണ്. 40,000 ആയിരുന്നു, ഇപ്പൊ 70,000 ആയി എന്ന് പറയുമ്പോൾ 30,000 രൂപ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചു. അപ്പൊ അതും ഇവിടെ ആഡ് ചെയ്യാം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എമൗണ്ട് എത്രയാണ്? 30,000 രൂപ. ഈ വർഷം റിസർവിലോട്ട് മാറ്റി വെച്ച തുകയെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ, ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റിനകത്ത് എന്ത് പറയുന്നുണ്ട്? ഇന്റരിം ഡിവിഡൻഡ് കൊടുത്തത് പറയുന്നുണ്ട് അല്ലെ. ഇന്റരിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുക. ഇന്റരിം ഡിവിഡൻഡ് പെയ്ഡ്. ഇന്റരിം ഡിവിഡൻഡ് കൊടുത്തത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണല്ലോ. എമൗണ്ട് എത്രയാണ്? 20,000 രൂപ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ ഐറ്റംസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻകം ടാക്സ് 35,000 പെയ്ഡ് എഴുതോ? ഇല്ല. കാരണം ഇൻകം ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഉള്ളത് കൊണ്ട് അതേ നമ്മൾ ഇവിടെ എടുക്കത്തുള്ളൂ. അതില്ലായിരുന്നെങ്കിൽ ഇൻകം ടാക്സ് പെയ്ഡ് ഇവിടെ എടുക്കുമായിരുന്നു. അപ്പൊ ഇന്റരിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊപ്പോസ് ഡിവിഡൻഡ് അല്ല, ഇത് ഇന്റരിം ഡിവിഡൻഡ്, ഇടക്കാലത്തെ ഡിവിഡൻഡ്. അപ്പൊ അത് പെയ്ഡ് വന്നാൽ അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടണം. കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. എല്ലാവരും കൂട്ടുമ്പോൾ കറക്റ്റ് 2 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പോൾ 18,000ന്റെ കൂടെ ഈ 2 ലക്ഷം കൂട്ടുമ്പം 2,18,000 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ബോറോവിങ്സ്, ഫിക്സഡ് അസറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഇപ്പൊ തൊട്ട് താഴെ പറയുന്നുണ്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ 1,50,000 ആയിരുന്നു, ഇപ്പൊ 1 ലക്ഷമായി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ കുറയണമെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? റിഡംഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ റിഡംഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതുക റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. എത്ര രൂപയുടെ ഡിഫറൻസ് ആണ്? 50,000 രൂപയുടെ ഷെയർ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് വാങ്ങി. തിരിച്ച് വാങ്ങുമ്പം അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് എഴുതി. ഇനി അതിനോടൊപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2015 3 ലക്ഷമായിരുന്നു, 2016 4 ലക്ഷമായി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ട് കൂടി, ഷെയർ ക്യാപിറ്റൽ കൂടി. ഷെയർ ക്യാപിറ്റൽ കൂടുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു സോഴ്സ് ആണ്. അപ്പം പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോഴായിരിക്കും എന്ത് സംഭവിച്ചത്? ഷെയർ ക്യാപിറ്റൽ കൂടുന്നത്. അപ്പൊ സോഴ്സസ് കാണിക്കാം. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എത്രയാണ്? 1 ലക്ഷം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ അത് എഴുതി. ഇനി എന്താ നോക്കേണ്ടത്? ലോങ് ടേം ബോറോവിങ്സ് നോക്കുക. ഇവിടെ ലോങ് ടേം ബോറോവിങ്സ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അതൊന്നും വരില്ല. ഇനി നമ്മൾ നോക്കേണ്ട ഏതാണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റും ആണുള്ളത്. രണ്ടിന്റെ അക്കൗണ്ട് വരച്ചു. അപ്പൊ നമ്മൾ അക്കൗണ്ട് നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ നോക്കിയേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് വരച്ചപ്പം നമുക്ക് അവിടെ ഒരു 10,000 രൂപ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞു വന്നു. അതിനർത്ഥം എന്തായിരിക്കും? നമ്മള് 10,000 രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റു എന്നാണ് അല്ലെ. വിറ്റപ്പോഴാണ് നമുക്കിവിടെ എന്ത് വന്നത്? ക്യാഷ് കിട്ടിയത്. അപ്പൊ വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെയിലോട്ട് പൈസ വരികയാണ്. അപ്പൊ സോഴ്സ് ആണ്. അപ്പൊ എഴുതാം ബിൽഡിംഗ് സോൾഡ്. എത്രയാണ്? 10,000. ഇനി അടുത്ത് എന്താ നോക്കേണ്ടത്? പ്ലാന്റ് അക്കൗണ്ട് നോക്കുക. പ്ലാന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസ് 1,30,000 രൂപയുടെ ഡിഫറൻസ് വന്നത്. അപ്പൊ അതെന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്തു എന്നാണ് അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ് ഡെബിറ്റിൽ കാണിക്കുന്നത്. അപ്പൊ ക്യാഷ് പോകുന്നത് എന്തായിരിക്കും? ആപ്ലിക്കേഷൻ ആണ്. അപ്പം പ്ലാന്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എമൗണ്ട് എത്രയാണ്? 1,30,000.
ഇനി അടുത്ത എന്താണ്, നമ്മൾ അടുത്ത വരച്ചിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് നോക്കുക. പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചില്ലെങ്കിൽ പോലും അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നുണ്ട്, ടാക്സ് പെയ്ഡ് എന്ന് അല്ലേ. എത്രയാണ്, 35,000 രൂപ ടാക്സ് അടച്ചു എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് നോക്കിയാലും മതി. അപ്പൊ അവിടെ എന്താണ്, ഡെബിറ്റിലാണ് ടു ക്യാഷ്. ഡെബിറ്റിൽ വന്ന അതിനർത്ഥം നമ്മൾ കൊടുത്തു എന്നാണ്. അപ്പൊ എഴുതുക ടാക്സ് പെയ്ഡ് 35,000. ഇതെല്ലാം ആപ്ലിക്കേഷൻ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്, അതുകൊണ്ടാണ് ആപ്ലിക്കേഷനകത്ത് വരുന്നത്. ഇനി പ്രപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ട് നോക്കുമ്പോഴും പ്രപ്പോസ് ഡിവിഡൻഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എത്രയാണ്, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 42,000 രൂപ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഡിവിഡൻഡ് പെയ്ഡ് ആണ്. എഴുതുക ഡിവിഡൻഡ് പെയ്ഡ് 42,000. ഇനി നോക്കിയേ, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഇന്റരിം ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞു. ഇന്റരിം ഡിവിഡൻഡ് അടച്ചാലും അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതുക ഇന്റരിം ഡിവിഡൻഡ് പെയ്ഡ്. ഇന്റരിം ഡിവിഡൻഡ് പെയ്ഡ് എത്രയാണ്, 20,000. അതും എമൗണ്ടിൽ എഴുതാം 20,000. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിന്റെ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എപ്പോഴും എവിടെ ആയിരിക്കും, സോഴ്സസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എത്രയായിരുന്നു, 2,18,000. ഇനി എന്തായിരുന്നു, നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് വന്നത്. നെറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഴുതാം നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 51,000. നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ ടാലി ആവുന്ന നോക്കാം. 2,18,000 1 ലക്ഷത്തോട് കൂട്ടുമ്പോൾ 3,18,000, അതിലൂടെ 10,000 കൂട്ടുമ്പം 3,28,000 എന്ന് സോഴ്സസിൽ കിട്ടും. ഈ എമൗണ്ട് തന്നെ ആപ്ലിക്കേഷനകത്ത് വരുന്നോ നോക്കാം. 50,000, 1,30,000, 35,000, 45,000, 20,000, 51,000 എല്ലാം കൂടെ കൂട്ടുമ്പോഴും എത്ര തന്നെ വരും, 3,28,000. അപ്പൊ നോക്കിയേ, നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടാലി ആയി അല്ലെ, സോഴ്സസും ആപ്ലിക്കേഷനും ടാലി ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇല്ലസ്ട്രേഷൻ 8-നകത്ത് ഒരു ഇന്റരിം ഡിവിഡൻഡ് വന്നു. അപ്പൊ ഇന്റരിം ഡിവിഡൻഡ് വന്നാൽ അത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിൽ എടുക്കരുത്, അത് ഇടക്കാല ഡിവിഡൻഡ് എന്നാണ്, അത് സെപ്പറേറ്റ് ആയിട്ടാണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അക്കൗണ്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ പെയ്ഡ് എന്നോ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയറോ ഒന്നും തന്നില്ലെങ്കിൽ ഓപ്പണിങ്ങിനെ നമ്മൾ പെയ്ഡ് ആയിട്ടും ക്ലോസിങ്ങിനെ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആയിട്ടും കാണിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇല്ലസ്ട്രേഷൻസുമായിട്ട് പുതിയ വീഡിയോസിലൂടെ കാണാം.